സത്യയുടെ ഈലിങ്ങളെ ഫോട്ടോ ഉണ്ട്. അയ്യോ അതിലുണ്ടോ? സത്യൻ വീണ്ടും ക്യാപ്റ്റൻ. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും, വേണ്ടാണ്ടിരിക്കുക. അങ്ങനെയല്ല, നിങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. അതിന് കിടന്ന് പിടിച്ചു പോകണം, അവരറിഞ്ഞോളും. പിന്നെ അറിയും. 3 കൊല്ലമായില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിട്ട്. ഇന്നേ വരെ ഒരു പൂച്ചക്കുട്ടി പോലും തിരിച്ചിരുന്ന ഞാൻ കണ്ടിട്ടില്ല. നീ ചോദിക്കേ. Excuse me, sir. I'm a sports fan. I need an autograph, if you don't mind. Please, sir. Thank you. താങ്ക് യു സർ. ദേ രവി ശാസ്ത്രിയുടെ ഓട്ടോഗ്രാഫാ. സാർ VIP ലോഞ്ചിലുണ്ട്. വാണി, കം. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഐ നെവർ എക്സ്പെക്ട് ദിസ്. നമുക്ക് ചായ കുടിക്കണം. വാ. സത്യത്തെ അങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്. ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഒന്ന് പരിചയപ്പെടുത്തി തായോ. സത്യത്തെ പ്ലീസ്. വേണ്ട, പുള്ളി ഭയങ്കര ചൂടനാണ്. അതെ, നിങ്ങൾ ഇന്ത്യൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ടാൽ മതി. മിസ്റ്റർ സത്യൻ. എവിടെ പോകുന്നു? കൽക്കട്ടയിൽ നിന്ന് വരുന്ന വഴി. ജോബിക്ക് ആളെ മനസ്സിലായോ? അറിയില്ല മമ്മൂക്ക. മോന് മനസ്സിലായോ? ക്യാപ്റ്റൻ സത്യനങ്ങളല്ലേ? റൈറ്റ്. ക്രിക്കറ്റ് ജ്വരമൊക്കെ വന്ന പിന്നെ നമ്മളൊക്കെ അറിയില്ല ചുരുക്കാന്ന് മമ്മൂക്ക. അതുകൊണ്ടാണ് ഞാൻ വന്ന് സംസാരിക്കേണ്ടിരുന്നത്. ഫുട്ബോള് ഈടാർക്കും വേണ്ട. ഇന്ത്യയിൽ തോറ്റുപോയ കളിയാണ് ഫുട്ബോള്. സത്യ, തോറ്റവരാണ് ഇന്നും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിട്ടേ ഉള്ളൂ. തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്ന ഒരു പ്രചോദനം. ഇപ്പോ വീണ്ടും ക്യാപ്റ്റനായില്ലേ? യോഗ്യതാ മത്സരത്തിലെങ്കിലും ഇന്ത്യ ജയിച്ചാൽ അതൊരു വലിയ ചരിത്രമാകും. നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗവും. വരും ഇന്ത്യൻ ഫുട്ബോളിനൊരു നല്ല കാലം വരും സത്യ. അന്ന് ലോകം നിങ്ങൾ അംഗീകരിക്കും. ഇന്ത്യ ലോകകപ്പിൽ മുത്തമിടുന്നത് കാണാൻ 100 കോടി ജനങ്ങളാണ് കാത്തിരിക്കുന്നത്. അവരുടെ ശ്വാസമായിരിക്കണം നിങ്ങളുടെ എനർജി. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. എൻ്റെ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു. നമുക്ക് ഇതെൻ്റെ വൈഫാണ്. മമ്മൂക്ക, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ? പിന്നെന്താ? എന്താ പേര്? അനിത. അനിത സത്യൻ. ശരി, നമ്മൾ തകർക്കും. ഓക്കെ ജോബി. ശരി മമ്മൂക്ക. പ്രാദേശിക വാർത്തകൾ ഡൽഹി റിലേ. ലെബനനിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ നിന്നും ഇന്ത്യ പുറത്തായി. 1-നെതിരെ 3 ഗോളുകൾ നേടി ഇറാഖാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ക്യാപ്റ്റൻ VP സത്യന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇത്തവണ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ഫിഫ വിലയിരുത്തി. ആദ്യ റൗണ്ടിൽ VP സത്യൻ നേടിയ ലോങ് ഗോളോടെ വിജയിച്ച ഇന്ത്യ ഫിഫ റാങ്കിൽ 99-ാം സ്ഥാനത്തെത്തി. ഇതാദ്യമായിട്ടാണ് ഇന്ത്യ 100-ൽ താഴെ എത്തുന്നത്. അയ്യോ സമയായി, നമുക്ക് പോണ്ടേ? സത്യത്തെ വേഗം റെഡിയായേ. വാ സത്യടാ, ആ എക്സ്റേ എടുക്കണേ. സത്യനോട് ഞാൻ പറഞ്ഞു മടുത്തു. അനിതയെങ്കിലും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം.
ഇനി ഈ കാലം വെച്ചുകൊണ്ട് കോച്ചിങ്ങും കളിയെല്ലാം കണ്ടിന്യൂ ചെയ്താൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാവും. സത്യൻ ഇനി കുറച്ചു കാലത്തേക്ക് കളിയിൽ നിന്നൊന്ന് മാറി നിൽക്കണം. ഒരു നീണ്ട വിശ്രമം, അതാണ് സത്യനിപ്പോൾ ആവശ്യം. ബിക്കോസ് ഈവൻ ഇഫ് വി ആർ ഗോയിങ് ഫോർ എ സർജറി നൗ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ റിസൾട്ട്. ഡോക്ടർ തന്നെ പറയില്ല ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ റിസൾട്ട് എന്ന്. പിന്നെ എങ്ങനെയാണ് സർജറി ചെയ്യല്? നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മിണ്ടാണ്ടിരിക്കാം. സർജറി വേണ്ട. സ്നേഹമുണ്ട് സത്യൻ, ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. സത്യൻ ഇത്രയൊക്കെ എത്തിപ്പിടിച്ചില്ലേ? ഇത്രയും കാലം ഇക്കണ്ട ദൂരം അത്രയും സത്യനെ താങ്ങി നടന്നില്ലേ കാലുകൾ? ഇനിയൊരല്പം വിശ്രമം കൊടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഡോക്ടർക്ക് വേറെ എന്തെങ്കിലും പറയണ്ട. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. പിന്നെ തൈറോയിഡിന്റെ മരുന്ന് മുടങ്ങാതെ നോക്കണം. അത് മുടങ്ങിയാൽ ഡിപ്രഷൻ കൂടും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ കൈവിട്ടു പോകും. ഡോക്ടർ പറഞ്ഞ് ശരിയല്ലേ? സത്യേട്ടൻ എത്ര ഭാഗ്യവാനാ. എനിക്ക് ഇനിയും കളിക്കണം, ഒരുപാട് കളിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കായ പോലെ തോന്നും. കളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കാലിൽ സ്റ്റീൽറോഡ് മാറ്റിയിട്ട് കുറച്ച് ദിവസം വിശ്രമിക്കണം, അത്രയല്ലേ വേണ്ടൂ. ഒരിക്കലും എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ജീവിതം വലിച്ചെറിഞ്ഞ് വന്നോളാം നീ. അപ്പോൾ അനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കളി വലിച്ചെറിയാൻ പറയുന്നല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സർജറി എനിക്ക് വേണ്ട. അതിനുശേഷം എനിക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ ഞാൻ വെറുത്തു പോയല്ല. അനി, ഒരു കാര്യം ഞാൻ പറയാം. എനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ വേറൊരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. സത്യ,
സത്യൻ, യാ ലുക്കിംഗ് ഗ്രേറ്റ്. താങ്ക് യു സർ. Captain, this is not fit for you today. Okay? Satyajit? Yes. Sir. Captain, good luck. ഓൾ ദി ബെസ്റ്റ്. എടാ, അവസാന നിമിഷം ക്യാപ്റ്റനെ മാറ്റി. സത്യ പ്ലേയിങ് ഇലവനിൽ പോലും നിന്റെ പേരില്ല. നീ ഈ വിമാനം കയറി കൊളംബോ വന്ന് ഗാലറി നിന്ന് കളി കാണാനാ? എടാ, എന്താ സംഭവിച്ച? നീ വാമപ്പ് ചെയ്തേനോ? ഒരു ഫുട്ബോളറിൻ്റെ ടൂളെന്ന് പറയുന്ന അവൻ്റെ ശരീരമാണ്. അത് മറക്കണ്ട. നീ നന്നായിട്ട് കളിക്കും. Indian captain VP Satyan is not leading the team today. Even he is not included in the playing 11 also. He was just pulled out of the team in the final moment. Well, now the teams are getting ready for the national anthem before the beginning of the game.